ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിൽ ബണ്ണ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അതേപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂ. നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബണ്ണ് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതിങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഉപ്പാണ്. അതൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 4 ടീസ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒരു ചെറിയ ബൗളിൽ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ മുട്ടയുടെ ഒരു 1/4 ഭാഗത്തോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബാക്കി നമുക്ക് കുറച്ച് ആവശ്യമുണ്ട്, അതൊന്ന് മാറ്റി വയ്ക്കുക. 1/4 ഭാഗത്തോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അതിനുശേഷം ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇളം ചൂടുള്ള വെള്ളം തന്നെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം കൂടിയും എക്സ്ട്രാ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനിത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ ശരിക്കും കയ്യിലൊക്കെ ഒട്ടുന്ന ഒരു പരുവത്തിൽ തന്നെയാണ് വേണ്ടത്. നമ്മളിത് കുഴച്ച് നല്ല സോഫ്റ്റാക്കിയാണ് എടുക്കേണ്ടത്. ഇപ്പോൾ തന്നെ നല്ല ഹാർഡായിട്ട് മാവ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടിയും ഇട്ടിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിലേക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഒരു 15-20 മിനിറ്റെങ്കിലും നമ്മൾ നന്നായി കുഴയ്ക്കണം. നന്നായി പരത്തി തന്നെ കുഴയ്ക്കണം. എന്നാലാണ് നമുക്ക് ബണ്ണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ട് കുഴയ്ക്കുകയാണ് ഒന്നും കൂടിയും നമുക്ക് നല്ല എളുപ്പത്തിൽ കുഴയ്ക്കാനായിട്ട് പറ്റുക. അപ്പോൾ കുറച്ച് കുഴയ്ക്കുമ്പോൾ നമുക്ക് ഒട്ടി പിടിക്കുന്ന പോലെ തോന്നും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായി കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു 15-20 മിനിറ്റ് നന്നായി കുഴച്ചെടുക്കുമ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒട്ടി പിടിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഒട്ടി പിടിക്കുമ്പോൾ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ടും കുഴച്ചെടുക്കാം. അപ്പോൾ മൈദപ്പൊടിയും ഓയിലും മാറി കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആവണ വരെ കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നേരത്തെയുള്ള പോലത്തെ മാവേ അല്ല. നന്നായി കുഴച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഇത് വെച്ചിട്ട് ഇതിൻ്റെ മേലും കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. അതിനുശേഷം നമുക്ക് 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോഴേക്കും ഇത് ഡബിൾ സൈസായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി സമയം എടുക്കും ഇത് പൊന്തി വരാനായിട്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ചെറുതായി ഒന്ന് കുഴച്ചെടുക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നീളനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നല്ല മിനുസം പോലെ തന്നെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് ബോൾ ഉരുട്ടുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നും. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും ഓരോ ബോളുകളാക്കി എടുക്കാം. അപ്പോൾ നല്ല മിനുസുള്ള ബോളാക്കിയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ ബണ്ണും നല്ല ഷേപ്പിൽ നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ഓരോ ബോളും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ട്രേയിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഇത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ ബോളും ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് ഇത് ട്രേയിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എല്ലാ ബോളും ട്രേയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഒന്ന് മൂടി കൊടുക്കാം. ഒരു അരമണിക്കൂറും കൂടി ഇങ്ങനെ വെക്കട്ടെ. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് പൊന്തി വരും ഇത്. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈസ് കുറച്ചും കൂടി ഒന്ന് വലുതായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ കുറച്ച് മുട്ട അടിച്ച് വെച്ചത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ മുട്ട ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു കളറും മേലെ നല്ലൊരു കളറും കിട്ടും. അതേപോലെ തന്നെ നല്ലൊരു ഗ്ലേസിങ്ങും ഒക്കെ ഉണ്ടാവും ഇതിൻ്റെ മേലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മുട്ട ഇതിൻ്റെ മേലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാനിത് ഓവനിലേക്ക് മാറ്റി. അപ്പോൾ 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 150 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഒരു 25-30 മിനിറ്റ് സമയമെടുക്കും ഇത് റെഡി ആയിട്ട് വരാനായിട്ട്. അപ്പോൾ ഓരോ ഓവനിലും വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ലാസ്റ്റ് ഒരു 20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ തന്നെ നോക്കുക.
ഇതിൻ്റെ മേൽഭാഗമൊക്കെ നല്ല ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് എടുക്കാം. ഇപ്പോൾ എനിക്കിവിടെ കറക്റ്റ് 30 മിനിറ്റ് വേണ്ടി വന്നു ഇത് റെഡി ആയി വരാനായിട്ട്. അപ്പോൾ നമ്മളിത് പുറത്തേക്ക് എടുത്താൽ അപ്പം തന്നെ നമുക്കിതിൻ്റെ മേലെ ബട്ടർ ഒന്ന് പുരട്ടി കൊടുക്കണം. അപ്പോൾ ആ ചൂടോട് കൂടി തന്നെ പുരട്ടാനായിട്ട് നോക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്ത് വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കൂത്തി നോക്കാം. അല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് എന്തായാലും 30 മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ടുണ്ടാവും. ഇനി ഇത് നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ ഇതിൽ നിന്ന് എടുക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പം ഞാൻ കുറച്ച് വലിയ ബോളുകളാക്കി വെച്ച കാരണമാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് ഒട്ടി പിടിച്ച് വന്നത്. ഇപ്പോൾ നമ്മൾ ചെറിയ ബോളുകളാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ട്രിപ്പൊക്കെ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി വലിയ ബോളാക്കി തന്നെ വെച്ചത്. ഇപ്പം നന്നായി ചൂടാറിയതിന് ശേഷം അത് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്. ശരിക്കും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ടേസ്റ്റുമാണും അതിനേക്കാളും ടേസ്റ്റുമാണോ ഒക്കെ ഉള്ള പോലെ തോന്നും നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ. അപ്പോൾ എൻ്റെ ഈ ബണ്ണിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.